ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള 2025 മോഡൽ ഹോണ്ട ആക്റ്റീവ 110 ഡ്യൂലക്സ് മോഡലാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് പുതിയ ആക്റ്റീവയിൽ വരുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് പറയുന്നത് മിറേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഡിയോയിലൊക്കെ കണ്ടുവരുന്ന അതേ മിറേഴ്സ് തന്നെയാണ്. അതിൽ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. DRലൊക്കെ താഴത്തേക്ക് മാറ്റി. നേരത്തെ മേളിലൊരു വലിയൊരു DRലായിരുന്നു, അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഫേക്ക് എയർ വെൻറ്റ് പോലുള്ള ആ ഒരു സെക്ഷൻ ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്രോം ഫിനിഷ് കുറച്ചുകൂടി വലിപ്പം കൂട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മഡ്ഗാർഡ് സെക്ഷനൊക്കെ സെയിം കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഫുൾ മെറ്റൽ ബോഡിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡിയോയിലാണ് ഫൈബർ ബോഡി വരുന്നത്. ഫ്രണ്ട് സെക്ഷൻ മെറ്റലും ബാക്ക് സെക്ഷൻ പ്ലാസ്റ്റിക്, അതായത് ഫൈബർ പീസുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേ കണക്ക് നമ്മുടെ അലോയ് വീൽസ് ആണ് ഡീലക്സ് മോഡൽ വരുന്നത്. സ്റ്റാൻഡേർഡ് മോഡൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ട് വീല് 12 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. റിയർ വീല് 10 ഇഞ്ചാണ്. സ്റ്റാൻഡേർഡും ഡ്യൂലക്സിലും സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് ഡ്യൂലക്സിലാകുമ്പോൾ അലോയ്സ് വരും, സ്റ്റാൻഡേർഡിലാകുമ്പോൾ അലോയ്സ് വരുന്നില്ല. അത് മാത്രമാണ് ഇതിനകത്തുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ റിയർ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ സെയിം ആണ്. എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ക്യാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഫുൾ TFT ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. RPM മീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്. പിന്നെ അത് ടോഗിൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് പോലുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിപ്പ് A, ട്രിപ്പ് B. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഡാർക്ക് മോഡിലേക്ക്, നൈറ്റ് ആകുമ്പോൾ ഡാർക്ക് മോഡിലേക്ക് പോകും. ഇപ്പോൾ ആ സെൻസർ നമ്മൾ മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് സ്വിച്ച് ആയത്. പിന്നെ ഇത് നമുക്ക് റേഞ്ച് കാണിക്കും, അതായത് ഡിസ്റ്റൻസ് ടു MD കാണിക്കും. പിന്നെ നമുക്ക് ഫ്യൂൽ ഗേജ് ആണ്. ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ റേഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ഗേജ് കാണാൻ പറ്റത്തില്ല, ഫ്യൂൽ ഗേജ് ഇട്ട് കഴിഞ്ഞാൽ റേഞ്ച് കാണാൻ പറ്റില്ല. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ സർവീസ് റിമൈൻഡർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ക്ലോക്ക് അറിയാൻ പറ്റും, പിന്നെ ഡേറ്റ്, പിന്നെ ഓടിയ കിലോമീറ്റർ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു റൈഡേഴ്സ് പാരഡൈസ്.